അസ്സലാമു വറഹമത്തുള്ള. സി എം വലിയുള്ളാഹിൻ്റെ മക്കാമാട്ടോ. അപ്പോൾ സി എം വലിയുള്ളാഹിൻ്റെ മക്കാം മടവൂർ ഷെയ്ഖിൻ്റെ മക്കാമിലേക്ക് പോവാണ് സിയാറത്തിന് വേണ്ടി. അദ്ദേഹം ജനിച്ചത് 1348 റബീഉൽ 12 ചരിത്രത്തിലുള്ളത്. അദ്ദേഹം ജനിച്ചത് അവരുടെ വാപ്പ ഒരു ഉസ്താദ് മുദരിസായിരുന്നു. മടവൂർ പള്ളിയിൽ തന്നെ മുദരിസായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഉംറക്ക് പോയി. വാപ്പ ഉംറക്ക് പോയ സമയത്ത്, ഹജ്ജിന് പോയ സമയത്ത് മക്കത്ത് അവിടെ വെച്ച് സ്വപ്നം കണ്ടു അദ്ദേഹത്തിന് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നൊരു വലിയ ജനിക്കും എന്നുള്ളത്. സ്വപ്നം മാത്രമായിട്ട് മൂപ്പർ കണ്ട്. പക്ഷേ പിൻകാലത്ത് മൂപ്പർക്ക് ജനിച്ച മകൻ ഒരു വലിയായിരുന്നു, മഹാനായിരുന്നു. അങ്ങനെ ആ മഹാനവറുകൾ പിന്നെ മഹാനവറുകളും തന്നെ വലുതായി ഡിഗ്രിയൊക്കെ എടുത്ത് പഠിച്ച് ദർസിൽ പഠിച്ച് 1957 സി എം മടവൂർ പള്ളിയിൽ മുദരിസായി വന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാര്യം, ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാക്കി, വെള്ളം കെട്ടി നിൽക്കുന്നൊരു കുളം, കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റും. അതിൽ ആളുകൾ പൈസ ഇടുന്നുണ്ട്, നോട്ടും ചില്ലറയൊക്കെ ഇടുന്നത്. എന്ത് കാരണത്താലും എനിക്കറിയില്ല. അതിനെന്തെങ്കിലും ഐതിഹ്യമുണ്ടോ, അതിനെന്തെങ്കിലും പുണ്യമുണ്ടോ, ബർക്കത്തുണ്ടോ ഒന്നും അറിയില്ല. അവിടെ നീർച്ചപ്പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ അതിലാണ് പൈസ ഇടുന്നത്, നീർച്ചപ്പെട്ടി ഇടുക എന്നല്ലാതെ. ഇതിൽ ആളുകൾ നല്ല രീതിയിൽ പൈസ ഇടുന്നത് 100-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയൊക്കെ നോട്ടുകൾ ഇടുന്നുണ്ട്. അതിൻ്റെ കഥ എന്താണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചരിത്രം അറിയാം. ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നല്ല രീതിയിൽ ആളുകൾ നല്ല ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട്. ഇതിന് മുന്നേ പ്രത്യേക പുണ്യമുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനത് ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളവിടെ നീർച്ച ആണെങ്കിൽ നമ്മൾ നീർച്ചപ്പെട്ടി ഉണ്ടല്ലോ, അതിൽ പൈസ ഇട്ടാൽ മതി. ഉറൂസിൻ്റെ സമയമൊക്കെയാണ്, ഉറൂസിന് വേണ്ട പൈസയൊക്കെ അവിടെ കൊടുത്താൽ മതി. ഏതായാലും മക്കാമിലൊക്കെ കണ്ടു, മഹാനവറുകളെ സിയാറത്തൊക്കെ ചെയ്ത് ഞങ്ങൾ യാസീനെ കോതി ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി വെച്ച സാധനങ്ങളൊക്കെ മേടിച്ചു. ഏതായാലും മഹാനവറുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് അഭിപ്രായം പറഞ്ഞു തരും. അത് ഒരുപാട് കറാമത്തുള്ള മഹാനാണ്. നമ്മൾ ഒരുപാട് കറാമത്തുകളൊക്കെ മൂപ്പരെ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എന്തായാലും അവിടെ സിയാറത്തിന് പോകുമ്പോൾ ഒരു സംതൃപ്തിയാണ്, മനസ്സിന് സമാധാനം കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പിന്നെ ഏതായാലും പോകുന്ന വഴിക്കന്നെ മർക്കസ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ മർക്കസ് സമ്മേളനത്തിനൊക്കെ പോകുന്നല്ല, മർക്കസ് ഒന്നും കണ്ടില്ല. അപ്പം എൻ്റെ ഫാമിലി എന്തായാലും മർക്കസ് കണ്ടില്ലേ, അവരെ ജസ്റ്റ് മർക്കസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല, മൊത്തത്തിൽ കണ്ടു. അപ്പോൾ അവിടെ ആകെ പണ്ട് സമ്മേളനം നടന്ന സ്ഥലമൊക്കെ അപ്പോൾ കട്ട വധിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയും കണ്ടു. അത് കഴിഞ്ഞ് എ പി ഉസ്താദ് അവിടെ ഉണ്ട്, ഉസ്താദിൻ്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. എന്തായാലും മൊത്തത്തിൽ ഒറ്റ ദിവസം തന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കോഴിക്കോട് നമ്മൾ പോകുന്നത്, കോഴിക്കോട് ബീച്ചിലോ അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്ന പോക്കിൽ ഇത് കണ്ട് എ പി ഉസ്താദിൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങിയിട്ട് പോന്നു. അല്ലാതെ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചൊരു സാധനം കാണാനൊന്നും പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും മർക്കസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് മിഠായി തെരുവിലേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങി അങ്ങനെ മൊത്തത്തിലൊന്ന് എല്ലായിടത്തും ഒന്ന് പോവാം. ഏതായാലും മടവൂർ ഷെയ്ഖിൻ്റെ അടുത്ത് പോയപ്പോൾ നമുക്ക്